ഓക്കെ. സ്ക്രീൻ ഷെയർ ആണ്. 3 പേര് വന്നിട്ടുണ്ട്. റെക്കോർഡിംഗ് ഓൺ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാച്ച് ഫോറിൻ്റെ ഡേ 9 ഡേ 9 നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് ഈ ഡേ 9 കുറച്ച് സ്റ്റോറീസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം കുറച്ച് PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം നമുക്കിപ്പോൾ കുറച്ച് പേരല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര പ്രാധാന്യം ഉണ്ട്, തീരെ പ്രാധാന്യം ഇല്ല എന്നല്ല, റിസർച്ചിനെ കുറിച്ചൊന്ന് പറയാം. നമുക്ക് പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഇത് പെയ്ഡ് സൈറ്റാണ്. നമ്മുടെ ക്ലോഡ് പോലെ മറ്റൊരു സൈറ്റാണ് പെർപ്ലക്സിറ്റി. എന്ന് ഇവിടെ എങ്കിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതൊന്ന് വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. പെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് അഡ്വാൻസ് ആയിട്ടൊന്നും പോകാൻ പറ്റില്ല. കണ്ടോ, താഴെ വരുമ്പോൾ അപ്ഗ്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഫ്രീ പ്ലാനിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് യൂസ് കേസുകൾ, ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന കുറച്ച് യൂസ് കേസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതെന്താണ് ചെയ്യാം, അതിലെ സൊല്യൂഷൻ കണ്ടെത്തി തരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പെർപ്ലക്സിറ്റി ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത് ChatGPT-യിലും ജെമിനിയിലും ക്ലൗഡിലും എല്ലാത്തിലും ചെയ്യാൻ പറ്റും. പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും റിസർച്ചിന് വേണ്ടിയിട്ട് വരുന്നതാണ്. കൂടുതൽ ആഴത്തിൽ ഡീപ്പ് റിസർച്ചൊക്കെ ചെയ്യുന്ന ഒരു ടൂളാണ്. ഇതുപോലെ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക പറ്റിരിക്കുക. ഒരു കേസ്, പെട്ടെന്ന് ഒരു യൂസ് കേസ് പറഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് പോവാം. നമുക്കിപ്പോൾ ദ ടീച്ചർ സ്ട്രഗിൾസ് ടു കീപ് ദി ക്ലാസ് ക്വൈറ്റ് ആൻഡ് ഫോക്കസ്ഡ്. അങ്ങനെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ ടീച്ചർ നിയന്ത്രിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു കേസ് നമ്മുടെ മുന്നിലുണ്ട്. അതിനെ റിസർച്ച് ചെയ്ത് തരാൻ വേണ്ടി പെർപ്ലക്സിറ്റിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് റിസർച്ച് ചെയ്ത് നമുക്ക് തരും. അതിൻ്റെ സൊല്യൂഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി തരാനാണ് പറയുന്നത്. റിസർച്ച് എ സ്കൂൾ സിറ്റുവേഷൻ വെയർ സ്റ്റുഡൻറ് constantly talk during lessons and disrupt the classroom, explain the curses effort. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കേസസ് ഒക്കെ റിസർച്ച് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്ന സാധനമാണ്. അത് റിസർച്ച് ചെയ്ത് തുടങ്ങി. അത് റിസർച്ച് ചെയ്യുന്ന എവിടെ നിന്നൊക്കെയാണ് റിസർച്ച് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോൾ ഈ റിസർച്ച് ചെയ്ത് തന്ന എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കേസസ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. ലാക്ക് ഓഫ് എൻഗേജ്മെൻറ്റ്, അൺക്ലിയർ എക്സ്പെക്റ്റേഷൻസ്, ലേണിംഗ് ഡിഫറൻസസ്, ലാക്സ് ഓഫ് സ്ട്രക്ചർ. ഒരു ടോപ്പിക് നമ്മൾ കൊടുത്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അതിന് പിന്നെ ഫോളോ അപ്പ്, താഴെ ഫോളോ അപ്പ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെ വായിച്ച് നോക്കി അതിൻ്റെ ഫോളോ അപ്പിലോട്ട് പിന്നെ അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് ജമ്പ് ചെയ്യാം. ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് അതാണ് അപ്ഗ്രേഡ് പ്രോ. ഒരു ഘട്ടം എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. നമുക്ക് റിസർച്ചുകൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ. അപ്പോൾ ഒന്ന് സമയം കിട്ടുമ്പോൾ ഓരോ യൂസ് കേസുകളൊക്കെ എടുത്ത് വെച്ച് നോക്കി ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കാം. ഇത് ChatGPT-യിലും കോഴ്സ് ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, ഇത്തിരി സമയമുള്ളതുകൊണ്ട് നമ്മൾ അത് ഇതങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കൊരു ക്ലാസ് റൂം, ഇതാണ് ലെസൺ പോസ്റ്ററൊക്കെ തയ്യാറാക്കാനായിട്ട് തന്നിരിക്കുന്ന പ്രോംപ്റ്റാണ്. ഡിസൈന്, ലെസൺ നോട്ട്സ്, ഇതൊക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഈ ഒരു പ്രോംപ്റ്റാണ് ഉള്ളത്. അപ്പോൾ അതിന് ആദ്യം പ്രോംപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനെ നമുക്ക് എടുക്കാം. പ്രോംപ്റ്റിനെ താഴെ കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് എളുപ്പം. ക്രിയേറ്റ് എ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ചാപ്റ്റർ ബേസ്ഡ് ലേണിംഗ് ഇമേജ് ഫോർ ക്ലാസ് സബ്ജക്റ്റ് ചാപ്റ്റർ നെയിം എന്ന് പറഞ്ഞ് ഇത്രയും നമ്മൾ കൊടുക്കണം. ക്ലാസ് കൊടുക്കണം, സബ്ജക്റ്റ് കൊടുക്കണം, ചാപ്റ്റർ നെയിം ഇത്രയും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ടെക്സ്റ്റും കൂടെ കൊടുക്കേണ്ടി വരും. ഇത്രയും കൊടുത്തതിന് ശേഷം ഇതിനകത്ത് എന്തൊക്കെയാണ് പറയണതെന്ന് ശ്രദ്ധിച്ചോളൂ. The educational content must be visually integrated into the design naturally, not. ഓക്കെ. വളരെ സിമ്പിളാണ്. നമുക്കൊന്ന് ഒരെണ്ണം ഒരു
ക്രിയേറ്റ് ചെയ്യുക. സംസാരിക്കുന്നതിനേക്കാൾ ക്രിയേറ്റ് ചെയ്ത് കാണുന്നതിലാണ് ചാറ്റ് ജി പി ടി. പേസ്റ്റ് ചെയ്തു. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ക്ലാസ് എടുക്കാം. ക്ലാസ് എടുത്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ല. ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 1. അപ്പോൾ അതിവിടെ നമുക്ക് സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്ലാസ് 4 സബ്ജക്റ്റ് ഇംഗ്ലീഷ്. ചാപ്റ്റർ നെയിം എന്താണെന്ന് അതിൽ തുറന്നു നോക്കിയാലേ അറിയാം. ബിയോണ്ട് ഫിയർ. ഇതിപ്പോൾ ഏത് ചാപ്റ്ററും ആവാം. നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിൻ്റെ ആ യൂണിറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഇനി ഇത്രയും കൊടുത്തതിന് ശേഷം ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. റിസർച്ച് ഐ ഡി ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ. ഹു വെയർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഡെൽന, ഐസക്. നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് യൂസ്ലെസ് ആയിരിക്കും, ചിലത് കൊള്ളാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ യൂസ്ലെസ്സിനെ കളഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രം എടുക്കുക. ഇപ്പോൾ ഒരു നോട്ടാണ് ഇതിപ്പം പ്രിപ്പയർ ചെയ്ത് തന്ന. അല്ലെ EMCQ എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ വന്നേക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അറിയാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് തയ്യാറാക്കി തന്നത്. അപ്പോൾ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് മറ്റ് ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എന്തൊക്കെ ചെയ്തു? പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു, അറ്റാച്ച് ചെയ്തു, അതിനകത്ത് ക്ലാസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നു. ഓക്കെ, അത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയല്ലേ. ഇനി അടുത്തതായിട്ട് ഇതിലെന്തെങ്കിലും ടീച്ചർ വരൂ, ടീച്ചറിനെ ചോദിക്കാൻ വന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? വെള്ളം പോയി. വെള്ളം പോരെ? അയ്യോ, എൻ്റെ പൊന്നി. ആനി ടീച്ചറെ വല്ലതും ചോദിച്ചതാണോ? ഹലോ, പിള്ളേര് കളിക്കുന്നതാണ്. ഇല്ല സാറേ, ഓ അതറിയാതെ ഓ വന്നതാ. ഓ പറയണ. ഓക്കെ ഓക്കെ, ശരി ശരി. ടീച്ചർ ചോദിച്ചതല്ല, ഡൗട്ട് ചോദിച്ചതല്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഞാനിപ്പോൾ ഫോണിൽ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് ഇടയ്ക്ക് വെച്ച് പറയാമെന്ന് വിചാരിച്ച സാധനം ഒരെണ്ണം വിട്ടുപോയി. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറാണ് അടുത്ത് നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് ഒരുപാട് കോപ്പീസ് നമുക്ക് തയ്യാറാക്കി കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചത് പോയി, ഒരെണ്ണം കൂടെ എടുത്തിട്ട് വരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇരിക്കുന്നത്.
മാത്തമാറ്റിക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിനെ നമ്മൾ ഫോണിലോട്ട് സ്കാൻ ചെയ്ത് കയറ്റാൻ പോവുകയാണ്. നമ്മുടെ കയ്യിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിനെ നമ്മൾ ഫോണിലോട്ട് കയറ്റുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഒരുപാട് കോപ്പീസ് തയ്യാറാക്കും. അപ്പോൾ കഴിഞ്ഞ ബാച്ചിലൊക്കെ ചിലർ ചോദിച്ച ഒരു സംശയമാണ്, എന്തിനാണ് അങ്ങനെ കോപ്പി തയ്യാറാക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം ഉം, നമ്മുടെ പിള്ളേരുടെ ഇപ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമാണ് ടെക്സ്റ്റ് മാറി പുതിയ ടെക്സ്റ്റ് വന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ വളരെ കുറവായിരിക്കും, അല്ലേ? അപ്പോൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയാൽ അപ്പോൾ അത് വളരെയധികം സഹായകമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അതിനെ ടെക്സ്റ്റ് രൂപത്തിലാക്കും, എന്നിട്ട് അതിൻ്റെ ഒരുപാട് കോപ്പീസ് തയ്യാറാക്കും. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, മൊബൈലിൽ ചെയ്യുന്ന ഭാഗം കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ മൊബൈലും കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് റെഡി ആയിട്ടിരിക്കണേ. ഫോണിലും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം മതി സ്കാൻ ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വേണമെന്നില്ല, എന്നോടൊപ്പം ചെയ്താൽ വളരെ നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫോണും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. വേറെ ഒന്നും ചെയ്യുന്നില്ല, ഫോൺ കണക്ട് ചെയ്യും. എന്നിട്ട് എൻ്റെ ഫോണിൽ ഞാൻ വാട്സപ്പിലെ ഒരു സ്കാനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ അറിയായിരിക്കും നിങ്ങൾക്ക്. പറഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. സ്കാനിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കും. വാട്സാപ്പ് ബിഫോർ സൂം. ഒന്ന് കൺഫേം ചെയ്യാം എൻ്റെ മൊബൈലിൽ കിട്ടുന്നുണ്ടോ എന്ന്. ഓക്കെ ഓക്കെ കിട്ടുന്നു. വാട്സാപ്പ് ഓപ്പൺ ആക്കി ഈ നടുക്ക് കാണുന്ന അല്പം മാറി നിൽക്കാമേ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഹലോ കേൾക്കാം ഹലോ സാർ, കേൾക്കാം ആ കേൾക്കാം. ശരി, താങ്ക് യു. അപ്പൊ നമ്മൾ വാട്സപ്പ് ആദ്യം ഓപ്പൺ ആക്കുകയാണ്. അതിനകത്ത് ഈ കാണുന്ന നമ്മുടെ പേപ്പർ ക്ലിപ്പിന്റെ ഐക്കൺ അത് ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന സ്ഥാനം നമുക്ക് മൊത്തം നാലാമത്തെ ടൂളാണ് ഡോക്യുമെന്റ്സ്. അതിനകത്ത് സ്കാൻ ഡോക്യുമെന്റ് ഇതെടുത്ത് നമ്മൾ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യും. വളരെ ഈസിയാണ്, വാട്സപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാം. ഇത് ക്ലിയർ ആയിട്ടില്ല, അപ്പം വീണ്ടും ബാക്കിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് പേജ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കിട്ടിയ മാത്തമാറ്റിക്സ് സെക്കൻഡ് ടേമിന്റെ ആണ്. ഇതിനകത്ത് എൻഹാൻസ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്ററിൽ ഓരോ കളർ കണ്ടോ, ഓരോന്ന് മാറ്റുമ്പോൾ വ്യത്യാസമാണ്. ഈ കളർ കുറച്ചും കൂടെ ക്ലിയർ ഉണ്ട്, കളർ എന്ന് പറയുന്ന ഓപ്ഷൻ.
ഞാനിത് അപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ 1 2 എന്ന് പറഞ്ഞ 2 പേജ് കടിക്കും. ഇത് 1 2 ഒന്ന് കൊള്ളത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിലീറ്റ് ബക്കറ്റ് വെച്ചിരിക്കുന്ന കാണണ്ടല്ലോ അല്ലേ, അടുക്കായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ അത് ഡിലീറ്റ്. അപ്പൊ ഒരു പേജായി. ഇനി സെക്കൻഡ് പേജ് എടുത്ത് സെക്കൻഡ് പേജ് മറിക്കുകയാണ്. എന്നിട്ട് ഈ പ്ലസ് ബട്ടണിൽ ഈ നമ്മൾ 1 കാണുന്നതിന്റെ നേരെ ഒരു പ്ലസ് ആണ്, അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ പേജ് കിട്ടും. 1 2 നെക്സ്റ്റ് കൊടുക്കും. ഇത് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ PDF ഗ്രൂപ്പിലോട്ട് സേവ് ചെയ്യും. 2 പേജ് നമുക്ക് സേവ് ചെയ്ത് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നമുക്ക് എത്ര പേജ് വേണമെങ്കിലും സേവ് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പിനകത്തുള്ള ഈ സങ്കേതം ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം ടീച്ചേഴ്സ്? PDF ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇത് സ്കിപ്പ് ചെയ്യണം. ഇത്രയും ഒന്ന് പറയാനാണ് ഇതിലോട്ട് വന്നത്. ഹലോ 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 ഹലോ. ടീച്ചേഴ്സ്, ഇത് ഇത് ഇതിപ്പോ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഫോണിലോട്ടൊന്ന് പോയതാണ്. എല്ലാവർക്കും പൊതുവെ അധികാരം ഉപയോഗിച്ച് കണ്ടിട്ടില്ല, പക്ഷെ വാട്സാപ്പിൽ തന്നെ നമുക്ക് ചെയ്യാന്നുള്ള ഒരു സിമ്പിൾ സ്കാനിങ് പരിപാടിയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളും സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുന്നതായിരിക്കും സാധാരണ ഫോട്ടോ എടുത്ത് അയക്കുന്നതിനേക്കാൾ ബെറ്റർ. ഒരു നല്ല ക്ലാരിറ്റിയിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ രണ്ട് ഇമേജാണ് ഞാൻ സ്കാൻ ചെയ്തിട്ടത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നമുക്ക് എടുക്കാമായിരുന്നു. ഇപ്പോൾ സ്കാനിങ് എങ്ങനെയാണെന്നൊന്ന് പറയാനാണ്. ഇങ്ങനെ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞതിൽ? ചെയ്ത് നോക്കാൻ പറ്റിയോ എൻ്റെ കൂടെ? അതോ നേരത്തെ അറിയാമായിരുന്നോ? സാർ നമ്മുടെ ഫോണിലുള്ള ഡോക് സ്കാനറിൽ സ്കാൻ ചെയ്താൽ പോരെ? മതി അതിനെയാണോ ഇത്? മതി അത് തന്നെയാണ്, അത് തന്നെ. നമുക്ക് ഫോണിലുള്ള ഡോക് സ്കാനറിൽ സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഫോണിലെ ഡോക് സ്കാനറിൽ സ്കാൻ ചെയ്താലും മതി, ഇതിലെ ഡോക്യുമെൻ്റ് വെച്ച് സ്കാൻ ചെയ്താലും മതി. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കുറച്ച് കാലത്തിന് മുന്നെയാണ് ഇതിനൊരു പ്രൊവിഷൻ അതിനകത്ത് ആഡ് ചെയ്തത്. അതേ പ്രൊസീജിയർ തന്നെ. അത് ചെയ്യാൻ അറിയാവുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാം. നമ്മൾ സാധാരണ കൂടുതലായിട്ടും ടീച്ചേഴ്സ് ചെയ്ത് കാണുന്ന ഫോട്ടോ എടുത്തെടുക്കുക അങ്ങനെയുള്ള പ്രോസസ്സല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒന്ന് ഈ രീതി പറഞ്ഞതാണ്. പക്ഷേ നമുക്കൊരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്തുമ്പോൾ ഈ ഫോണിൻ്റെ വെർഷൻ വരത്തില്ല. അപ്പോൾ ഒരു ജസ്റ്റ് ഫോണിൽ കൂടെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നോക്കി അതുപോലെ ചെയ്താൽ നന്നായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടാം. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതെന്ന് ഞാൻ പറയാം. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ താഴെ ഏറ്റവും താഴെ വരണം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനെ ഞാനൊന്ന് ഓപ്പൺ ആക്കാം. ഇതിൽ എല്ലാ പേജും കാണും. ഒരു 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് എല്ലാ പേജും ഉണ്ട്. സെക്കൻഡ് ടൈമാണ്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ നമുക്കൊന്ന് ഇതിൻ്റെ ഒരു ക്ലോൺ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു വെർഷൻ നമുക്ക് തയ്യാറാക്കാം. ChatGPT ഉപയോഗിച്ച് തന്നെ. ഇപ്പം ന്യൂ ചാറ്റ് എടുത്തിട്ട് അത് ഇതിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കണം. അതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. നമ്മുടെ കയ്യിൽ ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്കതിനെ എത്രയും പെട്ടെന്നും വളരെ ഫലപ്രദമായി
ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തയ്യാറാക്കാം. ആദ്യം അതിന് എന്ത് ചെയ്യും, എക്സ്ട്രാക്റ്റ് കൊടുക്കാം. ഈ പല രീതിയിലുള്ള പ്രോംപ്റ്റ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഒരു ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ. ഇത് PDF ടു ടെക്സ്റ്റ് ആണ്. PDF ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. PDF ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിപ്പോൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അതുപോലെ കിട്ടിയതാണ്. ആ PDF-നകത്ത് എന്തുണ്ടോ അതിനെ അതുപോലെ കിട്ടിയാണ്. ഇനി നമുക്ക് അതിൻ്റെ മറ്റൊരു വെർഷൻ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്രിയേറ്റ് മീ അനദർ വേർഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, ചേഞ്ച് നെയിം, പേരൊക്കെ ഒന്ന് മാറ്റി തരാൻ വേണ്ടിയിട്ട് കൊടുക്കുക, പുതിയൊരു വെർഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പല പല വെർഷൻസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പ്രോംപ്റ്റിൻ്റെ സഹായത്തോടെ. അതിന് നമ്മൾ ഉചിതമായിട്ടുള്ള പ്രോംപ്റ്റ് നൽകുക. ഈ പ്രോംപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഇതിനെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോകാം, ഗൂഗിൾ ഡോക്കിൽ കൊണ്ടുപോകാം, ക്യാൻവയിൽ കൊണ്ടുപോകാം. ഞാനൊന്ന് ക്യാൻവയിലോട്ട് കൊണ്ടുപോട്ടെ. ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ഇതിനെ കൊണ്ടുവന്ന് ഇമേജും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. ക്യാൻവ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചു വരുന്നു. ഓക്കെ, ക്യാൻവ ഓപ്പൺ ആയി വരുന്നു. നമ്മുടെ കണ്ടന്റും റെഡിയാണ്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊണ്ടുവരാം, അതായിരിക്കും ഭംഗിയെന്ന് തോന്നുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ ഇവിടെ മിന്നു മിക്കി മുന്ന എന്നൊക്കെ പറഞ്ഞാണ് ഇതിൽ ആദ്യം തന്നത്. രണ്ടാമതിൽ അനു മീര ദിയ. A4 സൈസാണ് വേണ്ടേ. A4 ക്രിയേറ്റ് കൊടുത്തിട്ട് A4 കൊടുക്കണം. A4 നമ്മൾ നേരെ കോപ്പി പേസ്റ്റാ ചെയ്യുക. അവിടെ നിന്ന് ടെക്സ്റ്റിനെ കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യും. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടെക്സ്റ്റ് മതി. സബ് ഹെഡിങ്, ആഡ് സബ് ഹെഡിങ്. എന്താ ചെയ്യാൻ പോണേ, ഈ കാണുന്ന ടെക്സ്റ്റുകളെയൊക്കെ നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് അതിനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് ആക്കി പ്രിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്ത് വിടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാവും. അതിനൊന്ന് ചെറുതാക്കി ഇങ്ങനെ കുഞ്ഞാക്കി ഇങ്ങനെ വെച്ചു. സെൻറ്റർ അലൈൻമെൻറ്റിന് ലെഫ്റ്റ് ഓരോന്നിനെയും താഴെയായിട്ട് വയ്ക്കാം. ക്ലാസ് 2 ഇംഗ്ലീഷ് ഓൾട്ടർനേറ്റീവ് വെർഷൻ അത് വേണ്ട. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ. അതിനെ നടുക്ക് കൊണ്ടിടാം. അയ്യോ, ഓക്കെ. ഇപ്പം നമുക്കൊരു ഈ 2ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയി. മൊത്തം ബോൾഡായിട്ടാണ് ഇരിക്കുന്നത്, അത് വേണ്ട. ഇപ്പോൾ കൊള്ളാം. ആവശ്യമുള്ള സ്പേസിംഗ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാൻവയിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ അതിനകത്ത് അനു മീര ദിയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഇമേജസ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. അതിനകത്ത് എന്ത് ചെയ്യും, അതിനുവേണ്ടി എലമെൻറ്റ്സ് എടുത്ത് അതിനകത്ത്
ഗേൾസിന്റെ ഗേൾസ് ഗേൾസ് എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കാം. അത് കുറച്ച് ഗേൾസ് എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ കൊടുക്കാം അല്ലേ. ഗേൾ 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 എന്ന് തന്നെയല്ല കൊടുത്ത് സ്റ്റുഡൻറ് കൊടുത്താലോ. സ്റ്റുഡൻറ് സ്റ്റുഡൻസ് ഈ പറഞ്ഞ കിട്ടുന്ന പോലെ ഇത് കൊള്ളാം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇമേജുകൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് അതുമായിട്ട് ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമേജസ് ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. The girl heard the sound of a dash. Bird, puppy, cow. Bird. ഇങ്ങനെ സാധ്യതകൾ അനന്തമാണ്. ഒരുപാട് നമ്മുടെ കിട്ടിയ ക്വസ്റ്റ്യൻസ് അനുസരിച്ചുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മറ്റൊരു വെർഷൻ തയ്യാറാക്കിയതാണ് നിങ്ങൾ കണ്ടത്. ഡോഗ് സ്കാനറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കൊരു ഫുൾ ഇമേജുകളായിട്ട് വേണമെങ്കിലും കൊണ്ടുവരാം. എന്തായിരുന്നാലും നമ്മുടെ കയ്യിലൊരു ഇതുണ്ടെങ്കിൽ, ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വളരെ എളുപ്പം. ഞാൻ എന്തൊക്കെ പ്രോംപ്റ്റ് കൊടുത്തേ അതുകൊണ്ടൊന്ന് പറയാമല്ലോ. PDF ടു ടെക്സ്റ്റ് കൊടുത്തു, കംപ്ലീറ്റ് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് തന്നു. അതിനകത്ത് മൊത്തം ഒരു 6 പേജ് ഉണ്ടാക്കാം. 1 2 3 5 പേജ്. 5 പേജിനകത്തുള്ള മുഴുവൻ കണ്ടന്റും നമുക്ക് എടുത്തു തന്നു. ആ കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ആദ്യം ആ കണ്ടന്റ് എക്സ്ട്രാക്ട് ചെയ്തു, പിന്നെ ആ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വെർഷൻ, ഓൾട്ടർനേറ്റീവ് വെർഷൻ തയ്യാറാക്കിച്ചു. എന്നിട്ട് അതിനെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഒരെണ്ണേ തയ്യാറാക്കിയുള്ളൂ. നമുക്ക് ഒരുപാട് വെർഷൻസ് തയ്യാറാക്കി അതിൻ്റെ അകത്ത് ആവശ്യമുള്ള ഇമേജുകളൊക്കെ കൊടുത്ത് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ, പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നമുക്ക് ഇത് മനസ്സിലായെങ്കിൽ അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. ഇതിലെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? 6 പേരായി. ടീച്ചേഴ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു വെർഷൻ തയ്യാറാക്കുകയാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഇല്ലേ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. റീന ടീച്ചർ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. സൽമ ഉണ്ട് ബി ഉണ്ട് ക്ലിയർ. സാർ. ക്ലിയർ ആണല്ലോ. ആ ആ ശരി, അപ്പോൾ അതൊക്കെയാണ് എന്ന് വിശ്വസിച്ചോട്ടെ. അപ്പോൾ അടുത്തതിലോട്ട് കിടക്കാം. നമ്മുടെ കയ്യിൽ വേറെ എന്തൊക്കെയുണ്ട്? ക്ലാസ് റൂമിനകത്ത് ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് യൂണിറ്റ് 1 ആണ്. ഇതൊരു മറ്റൊരു നോട്ടാണ്. നമ്മുടെ ലേബർ ഇന്ത്യ ടെൻഡർ ടച്ച് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ഒരു നോട്ടാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഈ നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ നോട്ടിനകത്തു നിന്നുള്ള പർട്ടിക്കുലർ ഇപ്പം ന്യൂ വേർഡ്സ് മാത്രം നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കാം? അതിൻ്റെ പ്രോംപ്റ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ന്യൂ എക്സ്ട്രാക്ട് ഹോൾ കണ്ടന്റ് അണ്ടർ
ദ ന്യൂ വേർഡ് സെക്ഷൻ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ന്യൂ വേർഡ് സെക്ഷനകത്തുള്ള കണ്ടന്റ് അത്രയും നമുക്ക് പിക്ക് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ഒരു നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ സാധനങ്ങൾ മാത്രം നമുക്ക് പിക്ക് ഔട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എക്സ്ട്രാക്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ പർട്ടിക്കുലർ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് ലഭിക്കും. ഒന്ന് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ന്യൂ ചാറ്റ് എടുത്തിട്ട് പ്ലസ് കൊടുത്തു. എന്തും ആവാം, നമ്മുടെ കയ്യിൽ എന്ത് നോട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഈ പരിപാടി വെച്ച് എന്ത് ചെയ്യാം? അതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ ആ യൂണിറ്റ് 3യുടെ ടെൻഡർ ടച്ച് എന്ന് പറയുന്ന യൂണിറ്റാണ് എടുത്തേക്കുന്നത്. ഒന്ന് ഓപ്പണായി കാണിച്ച് പ്രോംപ്റ്റൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമുണ്ട്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞത് ഒരു ലെസൺ നോട്ട്സിൻ്റെ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള കാണിച്ചു. ഇത് പർട്ടിക്കുലർ ഒരു നമ്മുടെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യിക്കാനാണ് പറയുന്നത്. എക്സ്ട്രാക്ട് ഓൾ ആൻഡ് റിലേറ്റഡ് ആൻസേഴ്സ്. അറ്റാച്ച്ഡ് PDF. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഈ ആ പാഠഭാഗത്തിൻ്റെ എല്ലാ നോട്ടുകളും പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഇത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കൊടുത്തു, പെട്ടെന്ന് ചെറിയ പ്രോംപ്റ്റ് ആയിരുന്നു. ആ പ്രോംപ്റ്റ് കൊടുത്ത് ഓരോന്നിൻ്റെയും ആൻസർ അതൊന്ന് പിക്ക് ചെയ്ത് തന്നു. ഇപ്പോൾ വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്താണ് ആ കുട്ടി പോയത് കിച്ചണിലോട്ട് റഷ് ചെയ്തത്? എന്തിനാ? ലവ്ലി സ്മെൽ. എന്താണ് ആ ലവ്ലി സ്മെൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ, ഒരു വൺ വേർഡിലുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് മിനിമം ഒരു 4 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 സെൻറ്റൻസ് വേണം. 3 to 5 സെൻറ്റൻസ് വേണമെന്ന് നമുക്ക് കൊടുത്തു നോക്കാം. ഐ നീഡ് മിനിമം 3 to 5 sentences for each answer എന്ന് കൊടുക്കാം. each answer അപ്പോൾ അത് കുറച്ചും കൂടെ ചെറിയ ആയിരുന്നത് കുറച്ചും കൂടെ വലുതാക്കി മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഇങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. ഓരോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടിയ ആൻസറിനെ കൂടുതൽ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക. പിന്നെ പറഞ്ഞ പോലെ ആണ് തയ്യാറാക്കി തരുന്നത്. കണ്ടന്റുമായിട്ട് റിലേഷൻ വേണം. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? അപ്പോൾ അതിന് മറ്റൊരു കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ വന്നിരിക്കുകയാണ്. സാഷ woke up and noticed a lovely smell coming from the kitchen. She became curious and wanted to know what her mother was preparing. The smell made her excited. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം വന്നു. മദർ ചെയ്തു. ശരിക്കും സ്റ്റോറി അനുസരിച്ച് ഫാദറാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ വരും. അപ്പോൾ ആ തെറ്റുകൾ നമ്മൾ തിരുത്തി അങ്ങ് പോകണം. കാരണം അത് ഊഹിച്ചെടുത്തതാണ്, സ്റ്റോറിയുമായിട്ട് ബന്ധമില്ല. ഇങ്ങനെ സ്റ്റോറിയുമായിട്ട് ബന്ധം വരുത്തിക്കാൻ നമുക്ക് വഴിയുണ്ട്. എന്ത് ചെയ്യണം? ഇതിനോട് എന്തും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി, ടെക്സ്റ്റും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ. ഇപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഈ നമ്മൾ കൊടുത്ത PDF മാത്രമേ ഉള്ളൂ. PDF വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ
അതിനകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ ടെക്സ്റ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് തരാൻ പറയുമ്പോൾ അത് അങ്ങനെ കറക്റ്റ് ചെയ്ത് തരും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറേ പ്രാക്ടീസിലൂടെയാണ് കിട്ടുന്നത് കേട്ടോ ടീച്ചർ. പറയുമ്പോൾ എളുപ്പമാണ്. ആ യൂണിറ്റും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ആ തെറ്റുകൾ നമ്മൾ തിരുത്തി പോകണം. Why did Kavita smile? Kavita smiled because her dream of going to school came true. She was happy to be welcomed into the school. Okay. Okay. അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ പറ്റും. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. ആൻസറുകൾ നമുക്ക് സ്വന്തമായിട്ട് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കാം. ഈ ക്യാൻവയിൽ കൊണ്ടുവരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകളൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് ഇമേജുകളും കൂടെ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ഭംഗിയായിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നത്, പഠിക്കാനായിട്ട് വച്ചിരുന്നത്. ഇതിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. B4 എന്ത് പറ്റി? ആളില്ലാത്തതാണല്ലേ കുഴപ്പം. സാധാരണ ഒരുപാട് സംശയങ്ങൾ വരുന്ന ഗ്രൂപ്പായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ സംശയം ചോദിക്കാത്തതുകൊണ്ടാണ് എൻ്റെ പെട്ടെന്ന് തീർന്നത്. ഇല്ലെങ്കിൽ ഇത് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. കേൾക്കുന്നുണ്ടോ? 6 പേരുണ്ട്, 5 പേര്. കേൾക്കുന്നുണ്ട്. ഉണ്ട്. ഓ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ ടീച്ചറെ? ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. ഒരു ആൻസർ നമ്മുടെ കയ്യിലൊരു PDF, ഒരു ആൻസറിൻ്റെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു വെർഷൻ തയ്യാറാക്കാൻ ഇപ്പോൾ ടീച്ചറിന് സാധിക്കുമോ? ചെയ്തു നോക്കണം സാറേ, ഞാൻ ചെയ്തില്ല. അതാണ് കറക്റ്റ്. ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. ചെയ്ത് നോക്കുമ്പോൾ അതിൽ സംശയങ്ങളോ ബുദ്ധിമുട്ടോ വരുമ്പോൾ ചോദിക്കൂ. ഈ ചാറ്റ് GPT ഒക്കെ ചെയ്യുമ്പോ അപ്ഗ്രേഡ് എന്ന് പറയില്ലേ, അത് എന്താണ് അതിന്റെ ഉദ്ദേശം? അതാണ് ഉദ്ദേശം. അതൊരു നല്ല സംശയമാണ്. നമുക്ക് അത് ക്ലിയർ ആക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റും. ഞാനൊരു ഫ്രീ വെർഷൻ ചാറ്റ് GPT എടുക്കുകയാണ്. ചാറ്റ് GPT. എന്നിട്ട് ഞാനത് കുറേ വർക്കുകൾ കൊടുക്കും. അപ്പോൾ അവർ പറയും നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യണം, പൈസ കൊടുത്ത് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നോക്കാം. ഞാനത് ഈ ഒരു ID ഇപ്പം ലോഗിൻ ആയാലോ, ഒരു ID, അതൊരു ഫ്രീ വെർഷനാണ്. നമ്മൾ കുറേ ടാസ്ക് അതിനകത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരെണ്ണം ഈ കൊടുത്തത് തന്നെ ഞാൻ പെട്ടെന്ന് കൊടുക്കാം. ഒരു ഡെസ്ക്ടോപ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുത്തല്ലോ, ആ ടാസ്ക് ഒന്ന് കൊടുക്കാം. എക്സ്ട്രാക്ട് ടെക്സ്റ്റ്. ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തു, അത് പെട്ടെന്ന് ചെയ്തു തന്നു. അത് തീർന്നത് അടുത്ത പണി കൊടുക്കും. തവണ ഞാൻ രണ്ടെണ്ണം അറ്റാച്ച് ചെയ്യും. ഇംഗ്ലീഷും ടെൻഡർ ടച്ചും ഒക്കെ ഒരുമിച്ച് കൊടുക്കുകയാണ്. അവിടെ റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒത്തിരി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അപ്ഗ്രേഡ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ അപ്ഗ്രേഡ് ഇപ്പോൾ വരില്ലേ? ആഹാ, വേറെ ഒന്നുമില്ല ടീച്ചറെ. അതൊന്നും നമ്മൾ ലോഗ് ഔട്ട് ചെയ്യും. ആ ഒരു ID നിന്ന് ലോഗ് ഔട്ട് ചെയ്ത് നമ്മൾ മറ്റൊരു ID ജോയിൻ കയറും. ലോഗ് ഔട്ട് എടുത്തു. ഓക്കെ.
അപ്പം അത് തീർന്നതല്ലോ, തീർന്നെന്ന് വിചാരിച്ചു. അതെൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഇനി അപ്ഗ്രേഡ് ചെയ്യണം. അപ്പം ഞാൻ ടാറ്റ ബൈ പറഞ്ഞു, ഇത് ക്ലോസ് ചെയ്തു. വീണ്ടും വീണ്ടും ഒന്ന് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ 4 ഇമെയിൽ ഐ ഡി വരും. ഈ 4ാമത്തെ ഇമെയിൽ അടുത്തായി ഞാൻ തുറക്കും. അതിൻ്റെ അകത്ത് ചാറ്റ് ജി പി ടി എന്ന് കൊടുക്കും. ഇതേ ഉള്ളൂ നിവർത്തി, വേറെ ഒരു വഴിയില്ല. ഒരെണ്ണം തീരുമ്പോൾ അടുത്ത ഇമെയിൽ ഐ ഡി ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനി ഫോണിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഫോണിൽ നിന്ന് ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് മറ്റതിലോട്ട് ജമ്പ് ചെയ്യണം എന്നുള്ളത്. ടീച്ചറിന് ആ വീഡിയോ ഉണ്ടെങ്കിൽ അത് വെച്ച് നോക്കി ചെയ്യാം. ഇല്ല എങ്കിൽ ഫോണിൽ മാറ്റാൻ അറിയാമോ? ഗൂഗിൾ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് അറിയാമോ ടീച്ചർ? മെയിലില് ചേഞ്ച് ചെയ്താൽ മതിയോ? അതെ അതെ, എസ് എസ് എസ്. മെയിലിൽ നമ്മൾ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുമല്ലോ, മറ്റൊരു ഇമെയിൽ ഐ ഡി കൊടുക്കണം. അത് ആ മീനിങ്ങിൽ കറക്റ്റ് ആഡ് എന്നല്ല, ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. മെയിൽ എടുത്തിട്ട് ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെങ്കിൽ അതിൽ ജിമെയിൽ ആണല്ലോ അതിൻ്റെ ഒരു നമ്മൾ കൊടുക്കുന്ന ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഒത്തിരി ഇമെയിലുകൾ ആഡ് ചെയ്തിടാൻ പറ്റും. ഞാനൊരു 1 2 3 4 5 6 7 ഞാനൊരു 7 ഇമെയിൽ ഐ ഡി ഉണ്ട് എൻ്റെ ഐ ഡി. അപ്പോൾ ഒരെണ്ണം തീരുമ്പോൾ ഞാൻ അടുത്തതിലോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നീട് നമ്മൾ ചാറ്റ് ജി പി ടിയിലോട്ട് കയറുമ്പോൾ ആ ഇമെയിൽ ഐ ഡി ആയിരിക്കും അതിനകത്ത് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടിയിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് ഈ പറഞ്ഞ ഇമെയിൽ ഐ ഡി അവിടെ ആഡ് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടിരുന്ന ജിമെയിലിനകത്ത് ഇവിടെയും കൂടെ കിട്ടും. അങ്ങനെയാണ് ചെയ്തത്. എനി അതർ ഡൗട്ട്? ഇനി അടുത്ത ക്ലാസ് ആണ് സാറേ. നമുക്കിനി അടുത്ത ക്ലാസ് വരുന്ന സാറ്റർഡേ, നമ്മുടെ ഡേ 10 ആണ്. ലാസ്റ്റ് ക്ലാസ് ആയിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും സമഗ്ര പിന്നെ മറ്റെന്തെങ്കിലും സാധനങ്ങൾ മിക്കവാറും വരും. ഒരു 1-2 സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ ഈ ക്ലാസ് ടൈം ടേബിളിൻ്റെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നാളെയും മറ്റന്നാളായിട്ടൊക്കെ കിട്ടും. അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്നതൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ മാസത്തിൽ ഒരു ലൈവ് ക്ലാസ് ഉദ്ദേശിക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ഈ ഓരോന്നൊക്കെ പുതുതായിട്ട് കിട്ടില്ലേ, അതിലെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ അവസരമുണ്ട്. ബാച്ച് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ബാച്ചിൽ നമ്മൾ ഓരോ വർക്കുകൾ ഇങ്ങനെ ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം മറ്റേ പ്രൊഫഷണൽസുമായിട്ട് ഇട്ടില്ലേ, ഓക്കെ ഓക്കെ സാർ. ഓക്കെ. അതുപോലെ വർക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ 10 9 ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വർഷം പല പല രീതിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.